ബഹുമാനപ്പെട്ട മമ്പറം തങ്ങൾ അവരുടെ മൗലിദ് പാങ്ങുൽ ഉസ്താദ് അവർ രചിക്കുകയുണ്ടായി. അതിൽ മമ്പറം തങ്ങൾ അവർ സ്വർണ്ണമോതിരം ധരിച്ചിരുന്നു എന്ന് മൗലിദിൽ കൊടുത്തപ്പോൾ അത് സംബന്ധിച്ച് പലരും വിമർശനം നടത്തി. ഈ സ്വർണ്ണമോതിരം എന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ സ്വർണമായിരിക്കും, അതേ സമയത്ത് സ്വർണത്തിന്റെ അതേ നിറമുള്ള ലോഹങ്ങൾ മോതിരത്തിന് ഉപയോഗിച്ചാൽ കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് സ്വർണം തന്നെയാണ്. പിന്നെ സ്വർണം പൂശിയാൽ സ്വർണ്ണ മോതിരം എന്ന് തന്നെയാണ് മനസ്സിലാക്കുക. സ്വർണം പൂശി സ്വർണത്തിന്റെ അംശം അതിൽ നിന്ന് ഉരുക്കിയാൽ ലഭിക്കാത്ത വിധത്തിലാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വേറൊരു സംഗതിയും കൂടി അവിടെയുണ്ട്. ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് ഗിഫ്റ്റായിട്ട് പ്രധാന വ്യക്തികൾ വല്ലതും ഒരു സ്വർണ്ണമോതിരം നൽകിയാൽ അത് ധരിക്കാമെന്ന് പറഞ്ഞവരെയും കാണാൻ മിഹായ പോലുള്ള ഗ്രന്ഥങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഏതാകട്ടെ ബഹുമാനപ്പെട്ട പാങ്ങിൽ അവരെ വിമർശിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അദ്ദേഹം എല്ലാം തികഞ്ഞ മഹാപണ്ഡിതനായിരുന്നു. എല്ലാ വകുപ്പുകളും, വിജ്ഞാനത്തിന്റെ എല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്തിരുന്നു. പിന്നെ ഏറ്റവും നല്ല പ്രസംഗമായിരുന്നു, ഏറ്റവും നല്ല പ്രയോഗങ്ങളായിരുന്നു, ഏറ്റവും നല്ല ഭാഷയായിരുന്നു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇത് നിസാരമായി തള്ളിക്കളയരുത്. ഇതിലുള്ള അപകടം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇത് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. മമ്പുറം തങ്ങൾ റഹിമഹുല്ല അദ്ദേഹം സ്വർണം ധരിച്ചിരുന്ന ആളാണ്, സ്വർണത്തിന്റെ മോതിരം ധരിച്ചിരുന്ന ആളാണ് എന്നുള്ളത് ഒരു മൗലൂദ് കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരി എന്ന് പറയുന്ന ഒരു മുസ്ലിയാര്, ആ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എഴുതിയ മൗലൂദിൽ എഴുതിയിട്ടുണ്ട് മമ്പുറം തങ്ങൾ സ്വർണമോതിരം ധരിച്ചിരുന്നു എന്നുള്ളത്. അത് കള്ളമാണ്, കളവാണ് എന്ന് മമ്പുറം തങ്ങളുടെ ചരിത്രമറിയാവുന്ന ആളുകൾ പറഞ്ഞപ്പോ അത് അങ്ങനെ നിങ്ങള് പറയൊന്നും വേണ്ട, അത് ചിലപ്പോ സ്വർണത്തിന്റെ നിറത്തിലുള്ള വേറെ ഏതെങ്കിലും ലോഹമായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോഹത്തുമ്മേ സ്വർണം പൂശിയതായിരിക്കും. അത് ഉരുക്കിയാല് രണ്ടും വേറെ വേറെ ആയിട്ട് കിട്ടൂല എങ്കിൽ അങ്ങനെ പറ്റും. അങ്ങനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ഈ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ചിന്തിക്കേണ്ടതുണ്ട്. മമ്പുറം തങ്ങളെ കുറിച്ചുള്ള കള്ളക്കഥകൾ അഖിലവും വരുന്നത് ഈ കൂറ കിതാബുകളിലാണ്, പാള കിതാബുകളിലാണ് എന്നുള്ളത് നമ്മൾ പല വീഡിയോകളിലൂടെ ഇതിന്റെ തൊട്ട് മുമ്പുള്ള വീഡിയോയിലൊക്കെ പരാമർശിച്ചിട്ടുള്ളതാണ്. എന്നാൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി എഴുതിയത് അത് സത്യമാണ്. മമ്പുറം തങ്ങള് അത് ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ധരിക്കാം, അല്ലെങ്കിൽ അത് അങ്ങനെയാണ്, ന്യായീകരിക്കുകയാണ്. ഇനി പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ കിതാബ് അത് എടുത്തുകൊണ്ട് ന്യായീകരിക്കുന്ന നൗഷാദ് ഹസനയുടെ ഒരു ഭാഗമുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി വിശദീകരിക്കാം. മമ്പുറം തങ്ങളുടെ മൗലിദാണിത്. അതാ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്നല്ലോ, സെക്രട്ടറി ആയിരുന്നല്ലോ. മഹാനവറുകൾ എഴുതിയ മൗലിദ് ഇതിന്റെ 15ാമത്തെ പേജിൽ മഹാനായ മമ്പുറം തങ്ങളെ കുറിച്ച് പറയാണ്. മമ്പുറം തങ്ങളെ കുറിച്ച് ഇത് പറഞ്ഞപ്പോ ഒരാൾ പിന്നെ ചോദിച്ചു, ആ ചെറുപ്പത്തിലേറ്റ ധരിച്ചതാവും. ചെറുപ്പത്തിലൊന്നും ധരിക്കൂല, ചെറുപ്പത്തിൽ ധരിച്ചിട്ടുണ്ടാവും കേട്ടോ. വസോറ കുത്തുബുസ്സമാൻ, മമ്പുറം തങ്ങൾ കുത്തുബുസ്സമാനായി. അക്കാലത്തെ ഔസായി فكان يلبسونه المقصب والحرير من الملابس الفاخرة ويتختم بالذهب ويركب الخيول المرخطة. ഔസും കുത്തുബ് സമാനൊക്കെ ആയപ്പോ ഫകാന അതിനുശേഷം അവർ ധരിച്ചു. എന്തിനെ ധരിച്ചു? സ്വർണത്തിന്റെ പ്രത്യേകമായ വസ്ത്രങ്ങൾ, പട്ടുകൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾ. മാത്രമല്ല സ്വർണ്ണ മോതിരം ധരിച്ചു അവർ. മമ്പുറം മൗലിദാത് നിങ്ങള് പിരിച്ചുവിട്ട് പോകേണ്ടി വരും. ഇനി മടവൂർ ശൈഖുനയുടെ രണ്ടുപാട വെച്ച എല്ലാം ഡോസും കൂടി നിങ്ങൾക്ക് താങ്ങൂല. അപ്പൊ എന്താ നമ്മൾ ഈ പറയുന്ന നിങ്ങള്, ഞങ്ങൾ ഈ പറഞ്ഞു വരുന്ന വിഷയം മമ്പുറം തങ്ങൾ അങ്ങനെ ധരിച്ചു എന്ന് വന്നാൽ അത് അംഗീകരിച്ചു കൊടുത്തേക്കണം. ചോദ്യം ചെയ്യാൻ പോകരുത്. ഞമ്മക്ക് ധരിക്കാൻ പറ്റുമോ? പറ്റില്ല. മമ്പുറം തങ്ങൾക്ക് പറ്റുമോ? പറ്റൂല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് പുരുഷന്മാർക്ക് സ്വർണവും
സ്വർണം ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല, സ്വർണ്ണാഭരണം ധരിക്കാൻ പാടില്ല എന്നാ. നമുക്ക് സ്വർണം വാങ്ങിയിട്ട് അത് നമ്മളുടെ ലോക്കറിൽ ഒരു സ്ഥിര നിക്ഷേപമായിട്ടോ ഒരു നിക്ഷേപമായിട്ടോ വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഈ ഷെയർ മാർക്കറ്റിലൊക്കെ കൊണ്ടുപോയിട്ടിട്ട് പലിശ വാങ്ങുന്നതിനേക്കാളും നല്ലതാണ് നമ്മുടെ മുതല് അത് ഭൂമിയായിട്ടോ സ്വർണമായിട്ടോ ഒക്കെ വെക്കുക. പക്ഷെ അത് സ്വർണമായിട്ട് വെക്കുമ്പോ അതിന്റെ സക്കാത്ത് കറക്റ്റായിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യമുണ്ട്. ഓക്കെ, അതൊക്കെ മറ്റൊരു കാര്യമാണ്. ഇനി ഇവിടെ പറയപ്പെടുന്ന കാര്യം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറയപ്പെട്ട മമ്പുറം തങ്ങൾ ഹറാമ് ചെയ്തു എന്നുള്ളത് നമ്മൾ സമ്മതിക്കണം, അത് ഒലിക്ക് പറ്റും എന്നുള്ള രൂപത്തിൽ നമ്മൾ സമ്മതിക്കാന്ന. ഒരു കാര്യം കൂടി ഇവിടെ നൗഷാദ് ഹസനി കൂട്ടിച്ചേർത്തിട്ടുണ്ട്, അത് മൗലീദിലുള്ളതാണ്. പട്ടു വസ്ത്രവും പുരുഷന്മാർക്ക് അള്ളാഹുവിന്റെ ഹബീബ് നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അള്ളാഹുവിന്റെ ഹബീബ് നിഷിദ്ധമാക്കിയത് മഹാന്മാരായ പണ്ഡിതന്മാരായ ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയത് ദേശാഭിമാനികളായ ആളുകളുടെ പേരിൽ നിങ്ങൾ ഈ കെട്ടി എഴുന്നള്ളിക്കുമ്പോ നിങ്ങളുടെ ഒരു പാങ്ങിൽ അഹമ്മദ് കുട്ടി നുണ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പണ്ഡിതന്മാരായ ആളുകളെല്ലാം ഹറാമ് ചെയ്തു എന്ന് പറയുന്ന ഈ വിവരം കെട്ട ഈ ഏർപ്പാടുണ്ടല്ലോ, നിർത്തണം മുസ്ലിയാക്കന്മാരെ. നിങ്ങള് മമ്പുറം തങ്ങൾ എന്ന് പറയുന്ന പണ്ഡിത കേസരി, അദ്ദേഹത്തിനറിയാം സ്വർണം ഉപയോഗിക്കാൻ പാടില്ല എന്ന്, ഉപയോഗിക്കുകയില്ല. അതുപോലെ തന്നെ പട്ടുവസ്ത്രങ്ങളും ഉപയോഗിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠനം, ആ അധ്യാപനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ആ മഹാമനുഷ്യയെ കുറിച്ച് ഇതുപോലെയുള്ള ബ്ലണ്ടറുകൾ ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവര് നുണ പറഞ്ഞു എന്നുള്ളത് സമ്മതിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കാര്യം നിങ്ങൾ ദീൻ വിറ്റ് ജീവിക്കുന്ന ആളുകളാണ്. ഏതായാലും പ്രിയമുള്ളവരെ, മമ്പുറം തങ്ങള് അദ്ദേഹത്തെ കുറിച്ച് PMA ഗഫൂർ സാഹിബ് പറഞ്ഞ ചില വാക്കുകൾ ഇവിടെ ചേർക്കുന്നുണ്ട്, മനസ്സിലാക്കുക. മമ്പുറം തങ്ങളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. മമ്പുറം തങ്ങളെ കുറിച്ച് ആരെങ്കിലും ഏതെങ്കിലും ബാലരമയോ ബാലമംഗളമോ എഴുതിയിട്ടുണ്ടെങ്കിൽ അതല്ല ഈ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, പച്ചക്കളവുകളല്ല പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് ചുക്കും ചുണ്ണാമ്പും അറിയാതെ ഇതുപോലെ സ്റ്റേജ് കെട്ടി വയലു പറയുന്ന ഏത് പണ്ഡിത വേഷധാരിയാണെങ്കിലും അത് തെറ്റ് തന്നെയാണ്. ആ തെറ്റ് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. ഈ ഉമ്മത്ത് മനസ്സിലാക്കേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് പറയുവാനുള്ളത്. വീഡിയോയിലേക്ക്. മമ്പുറം തങ്ങൾ എന്ന തങ്ങളിൽ നിന്നാണ് ഈ പ്രസ്ഥാനത്തിന്റെ ദീപശിഖയുടെ പ്രയാണം ആരംഭിച്ചത്. നിഷേധിക്കുവാൻ കഴിയുകയില്ല. ആരായിരുന്നു മമ്പുറം തങ്ങൾ? എന്റെ മമ്പുറം തങ്ങളെ എന്ന് ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് മഹാഭൂരിപക്ഷം വരുന്ന നമ്മുടെ സഹോദരന്മാരും നമ്മുടെ സഹോദരികളും അറിവില്ലായ്മ കൊണ്ട് വിളിച്ചു പോകുന്നുണ്ടല്ലോ. ആരായിരുന്നു മമ്പുറം തങ്ങൾ? ആ ചരിത്രം അറിയുമ്പോഴാണ് ആ വിളിയുടെ ഗൗരവം, ആ വിളിയുടെ എത്രമാത്രം വലിയ പ്രതിസന്ധി നമ്മൾ തിരിച്ചറിയുകയുള്ളൂ. ആരായിരുന്നു മമ്പുറം തങ്ങൾ? കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ നവോത്ഥാനപരമായ ചിന്തയുടെ ഒന്നാമത്തെ വിത്തും വേരുമായിരുന്നു മമ്പുറം തങ്ങൾ. മലയാള ഭാഷയിൽ ഖുതുബ നിർവഹിച്ച പണ്ഡിതനായിരുന്നു അദ്ദേഹം. മലയാള ഭാഷയിൽ മാത്രമേ മമ്പുറം സയ്യിദ് അലവിത്തങ്ങൾ റഹിമഹുല്ലയും അദ്ദേഹത്തിന്റെ മകൻ മമ്പുറം സയ്യിദ് ഫളൽ പൂക്കോയ തങ്ങളും ഖുതുബ നിർവഹിച്ചിട്ടുള്ളൂ. ഇതാരാ പറയുന്നത്? കേരള ചരിത്രമാണ് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗസ്ഥന്മാർ മലബാറിലുണ്ടായിരുന്നു. അവരുടെ മേലുദ്യോഗസ്ഥന്മാർക്ക് അയക്കുന്ന ഒരു കത്തുണ്ട്. ആ കത്തിലാണ് പറയുന്നത്, ഇവിടെ സയ്യിദ് അലവി എന്ന പേരിലുള്ള ഒരു പുരോഹിതനുണ്ട്. ആരാണത്? അതാണ് മമ്പുറം തങ്ങൾ. ആ സയ്യിദ് അലവി എന്ന പുരോഹിതൻ വെള്ളിയാഴ്ചയിലെ പ്രസംഗങ്ങളിലൂടെയാണ് ആളുകളെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിക്കുന്നത്. നിയമലംഘനം നടത്താൻ, നികുതി അടക്കില്ലെന്ന് വാശി പിടിക്കാൻ ഈ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് സയ്യിദ് അലവി എന്ന പുരോഹിതൻ അയാളുടെ വെള്ളിയാഴ്ചയിലെ പ്രസംഗങ്ങളിലൂടെയാണ്. നമ്മൾ പറയുന്നതല്ല. കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രം വസ്തുതാപരമായി പഠിച്ച പ്രൊഫസർ KM ബഹാവുദ്ദീൻ എഴുതിയിട്ടുള്ള കേരള മുസ്ലിങ്ങൾ ചെറുത്തുനിൽപ്പിന്റെ ചരിത്രം എന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. നമ്മുടെ പ്രിയപ്പെട്ട സഹോദര സംഘടനയിലുള്ള ആളുകളോട് നമ്മൾ പറയാണ്, മമ്പുറം സയ്യിദ് അലവിത്തങ്ങളും അദ്ദേഹത്തിന്റെ പുത്രൻ സയ്യിദ് ഫളൽ പൂക്കോയ തങ്ങളും മലയാള ഭാഷയിലല്ല വെള്ളിയാഴ്ചയിലെ ഖുതുബ നിർവഹിച്ചിരുന്നത് എന്ന് തെളിയിക്കാൻ ഒരു തെളിവൊന്നും വേണ്ട. ഒരു തെളിവിന്റെ കീറ് കൊണ്ടുവരാൻ കഴിയുമോ? കഴിയില്ല. വെല്ലുവിളിക്കൊന്നല്ല. വെല്ലുവിളിക്കുന്ന ശീലം ഈ പ്രസ്ഥാനത്തിന് ഇല്ലാത്തത് കൊണ്ട് വെല്ലുവിളിക്കുന്നില്ല. ഇതൊരു ചോദ്യമാണ്, സ്നേഹപൂർവമുള്ള ഒരു ചോദ്യം. മമ്പുറം സയ്യിദ് അലവിത്തങ്ങളും അദ്ദേഹത്തിന്റെ മകനും വെള്ളിയാഴ്ചയിലെ ഖുതുബ നിർവഹിച്ചിരുന്നത് മലയാള ഭാഷയിലാണ്
എന്ന് തെളിയിക്കാൻ ഒന്നിലേറെ തെളിവുകൾ കൊണ്ടുവരാൻ നമുക്ക് കഴിയും. പക്ഷെ അങ്ങനെയല്ലെന്ന് പറയാൻ ഒരു തെളിവിന്റെ കഷ്ണം പോലും കൊണ്ടുവരാൻ ഇല്ല. പിന്നെ എങ്ങനെ കൊണ്ടുവരും? അടുത്ത കാലത്താണല്ലോ മമ്പുറം നേർച്ച സമാപിച്ചത്. 4-5 ആഴ്ചകൾക്ക് മുമ്പാണ് കഴിഞ്ഞത്. അതിലങ്ങോട്ട് പോകാൻ കഴിയില്ലായിരുന്നു, അത്രയും തിരക്കായിരുന്നു. മമ്പുറം ആണ്ട് നേർച്ച നിങ്ങളത് ആലോചിച്ച് നോക്കൂ. ആണ്ട് നേർച്ചയിലെ അനാചാരങ്ങളെ കുറിച്ച് മമ്പുറം സയ്യിദ് അലവി തങ്ങളോട് അന്ന് ഒരാൾ ഫത്വ ചോദിച്ചിട്ടുണ്ട്. നേർച്ചയിൽ അന്ന് മുട്ടും വിളിയൊക്കെ ഉണ്ടാകുമല്ലോ, പെട്ടിവരവ് ഉണ്ടാകുമല്ലോ, അത് ഇസ്ലാമികമായി ശരിയാണോ എന്ന് മമ്പുറം സയ്യിദ് അലവി തങ്ങളോട് ഒരാൾ ഫത്വ ചോദിക്കുന്നുണ്ട്. അദ്ദേഹമാണ് അന്ന് നമ്മുടെ നാട്ടിലെ മുഫ്തി. അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് മമ്പുറം തങ്ങൾ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. 25 പേജുകളുള്ള ഒരു മറുപടിയാണ്. അത് ഇന്നും കണ്ണൂരിലെ അറക്കൽ രാജകുടുംബത്തിന്റെ തറവാട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് ഇസ്ലാമിലെ നേർച്ച എന്ന്. ഇസ്ലാമിലെ ഏത് പ്രകാരമുള്ള നേർച്ച മാത്രമാണ് അനുവദനീയമെന്ന് മമ്പുറം സയ്യിദ് അലവി തങ്ങൾ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. CN അഹമ്മദ് മൗലവിയും KK മുഹമ്മദ് അബ്ദുൽ കരീം മാഷും എഴുതിയിട്ടുള്ള മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം എന്നൊരു പുസ്തകമുണ്ട്. ഇന്നും വാങ്ങാൻ കിട്ടുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഈ ഫത്വ മുഴുവനായും കൊടുത്തിട്ടുണ്ട്. അതിൽ വായിച്ചാൽ മനസ്സിലാകും എന്താണ് മമ്പുറം തങ്ങളുടെ ആദർശമെന്ന്. ഇങ്ങനെയാണ് കേരള മുസ്ലിങ്ങളുടെ നവോത്ഥാന ചരിത്രം ആരംഭിക്കുന്നത്. അവിടുന്നാണ് തുടങ്ങേണ്ടത്. മമ്പുറം സയ്യിദ് അലവി തങ്ങൾ, അദ്ദേഹത്തിന്റെ മകൻ സയ്യിദ് ഫദൽ പൂക്കോയ തങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ തീവ്രമായ പരിശ്രമങ്ങൾ നടത്തിയ ഒരാളായിരുന്നു, വാപ്പയെ പോലെ തന്നെ. പക്ഷേ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ നാടുകടത്തി. അദ്ദേഹത്തെ മാത്രമല്ല, മമ്പുറം തങ്ങൾ കുടുംബത്തെ മുഴുവനും ഇവിടെ നിന്ന് നാടുകടത്തി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ ഒരു പാഠപുസ്തകത്തിലും നമ്മളിത് വായിച്ചിട്ടില്ല, നമ്മൾ പഠിച്ച ഒരു ചരിത്ര പുസ്തകത്തിലും നമ്മളിത് കണ്ടിട്ടില്ല. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? എവിടെ നിന്നാ? ചങ്ങനാശ്ശേരിയിൽ നിന്ന്. എങ്ങോട്ട്? കണ്ണൂരിലേക്ക്. കേരളത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് നാടുകടത്തപ്പെട്ട രാമകൃഷ്ണ പിള്ളയെ കുറിച്ച് നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ കാണാനുണ്ട്. പക്ഷേ തിരുവരങ്ങാടിയിൽ നിന്ന് തുർക്കിയിലേക്ക് നാടുകടത്തപ്പെട്ട ഒരു പാവം കുടുംബത്തിന്റെ ചരിത്രം നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിലൊന്നും കണ്ടിട്ടില്ല. ശ്രദ്ധയോടുകൂടി അശ്രദ്ധമാക്കപ്പെട്ട, വളരെ തന്ത്രപൂർവം മറച്ചുവെക്കപ്പെട്ട ചരിത്രമാണ് മമ്പുറം തങ്ങൾ കുടുംബത്തിന്റെ ചരിത്രം. പക്ഷേ അവരെ ആദരിക്കുവാൻ അവിടെ ആളുണ്ടായിരുന്നു. ഇവിടെ നിന്ന് അവരെ നാടുകടത്തുകയാണ് ചെയ്തതെങ്കിൽ തുർക്കിയിൽ അവരെ കൈ നീട്ടി കാത്തിരിക്കുവാൻ ആളുകളുണ്ടായിരുന്നു. മമ്പുറം സയ്യിദ് ഫദൽ പൂക്കോയ തങ്ങൾ നേരെ ചെന്ന് കയറുന്നത് തുർക്കിയിലെ രാജാവിന്റെ ഉപദേശി എന്ന പദവിയിലേക്കാണ്. അറിയോ നിങ്ങൾക്ക്? വലിയ ഒരു പദവിയിലേക്കാണ് അദ്ദേഹം ഇവിടുന്ന് കയറിപ്പോകുന്നത്. മാത്രമല്ല, അന്ന് ശക്തമായിരുന്ന വഹാബി മൂവ്മെന്റിന്റെ നവോത്ഥാന പ്രസ്ഥാനം ലോകം മുഴുവനും അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണത്. അന്ന് ആ പ്രസ്ഥാന പ്രവർത്തനത്തില് റഷീദ് റിളയുടെയും മുഹമ്മദ് അബ്ദയുടെയും കൂടെ തോളിൽ കൈവച്ചുകൊണ്ട് നവോത്ഥാന പ്രവർത്തനത്തിൽ നിറഞ്ഞു നിന്ന ആളാണ്, വ്യക്തിത്വമാണ് മമ്പുറം സയ്യിദ് ഫദൽ പൂക്കോയ തങ്ങൾ. ഞാൻ ആ ചരിത്രത്തിലേക്ക് വിശദമായി പോകുന്നില്ല. ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിലെ നവോത്ഥാന ധാരയുടെ ഉറവ പൊട്ടിയൊഴുകുന്നത് മമ്പുറത്തിൽ നിന്നാണ്. പക്ഷെ അവിടെ തന്നെയാണ് കേരള നവോത്ഥാനത്തിന്റെ എല്ലാ അംശവും ചോർന്നു പോകുന്ന വിധത്തിൽ ആദർശപരമായ വൈകല്യങ്ങളിലേക്ക്, ച്യുതിയിലേക്ക് മുസ്ലിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ദാരുണമായ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. 3/4 നൂറ്റാണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 1.5 നൂറ്റാണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ മുജാഹിദ് സംഘടനകള് സംഘടനാ രൂപം പ്രാപിച്ചിട്ട് 90 വർഷത്തോളമായി. സംഘടനാ രൂപം പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ ആദർശപരമായ രൂപം പ്രാപിച്ചിട്ടുണ്ട്. അതാണ് മമ്പുറം തങ്ങൾ മുതലുള്ള ചരിത്രം. അങ്ങനെയാണെങ്കിൽ അത് 1.5 നൂറ്റാണ്ടിലേറെ കാലമായി.